ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഗാഡ്ജറ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ പണികൾ എളുപ്പം തീർക്കാവുന്നതാണ്. സമയം പാഴാക്കാതെ ഞാൻ എല്ലാം പരിചയപ്പെടുത്താം. വരൂ നോക്കാം. ആദ്യത്തേത് മാൻഡലിൻ സ്ലൈസറാണ്. നിങ്ങൾക്ക് എളുപ്പത്തിലും വേഗത്തിലും വെജിറ്റബിൾസ് കട്ട് ചെയ്യണമെങ്കിൽ ഓൾ ഇൻ വൺ മാൻഡലിൻ സ്ലൈസർ വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്കിതിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ചീസ് എല്ലാം സ്ലൈസ് ചെയ്യാം. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അതിലെ ഹോൾഡർ പിടിച്ച് മുകളിലോട്ടും താഴോട്ടും വലിച്ചാൽ മതി. നിങ്ങൾക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്ലൈസ് ചെയ്യുന്നതിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അടുത്തത് സ്പ്രിംഗ് കോയിൽ മാഷർ. ഇത് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, അവക്കാഡോ എല്ലാം സ്മാഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. നിങ്ങളുടെ കൈകൾ വൃത്തികേടാകില്ല. വെറും 250 രൂപയാണ് ഇതിന്റെ വില. അടുത്തതായി ബാഗ് ക്ലോഷർ. നമ്മൾ എന്തിന്റെയെങ്കിലും പാക്കറ്റുകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിതുപയോഗിച്ച് സീൽ ചെയ്യാം. ഭക്ഷണവസ്തുക്കളാണെങ്കിൽ എയർ കടന്നത് കേടാവുകയില്ല. ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ക്ലിപ്പ് പോലെ അത് നിങ്ങൾക്ക് കവറിൽ കുടുക്കിവയ്ക്കാം. ഇത് നിങ്ങൾക്ക് 150 രൂപയ്ക്ക് 6 പീസ് കിട്ടുന്നതാണ്. അടുത്തതായി ഡോണറ്റ് മേക്കർ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഡോണറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. 7 ചെറിയ ഡോണറ്റുകൾ ഒരേ സമയം നമുക്കിത് ഉപയോഗിച്ചുണ്ടാക്കാം. ഇത് നോൺ സ്റ്റിക്ക് പ്ലേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒട്ടിപ്പിടിക്കുകയില്ല. അടുത്തതായി പേഴ്സണൽ ഫ്രിഡ്ജ്. ഫ്രിഡ്ജുകൾ നമ്മൾ പലതരം കണ്ടിട്ടുണ്ട്. ഇത് ഒരു മിനി ഫ്രിഡ്ജാണ്. ഇത് നമുക്ക് കോൾഡ് ഡ്രിങ്ക്സും വാട്ടർ ബോട്ടിൽസുമെല്ലാം തണുപ്പിക്കാൻ യൂസ് ചെയ്യാം. ഇതിന്റെ സൈസ് വളരെ ചെറുതാണ്. ഒരു ഷെൽഫും ഇതിന്റെ കൂടെയുണ്ട്. ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയും എടുത്തുകൊണ്ടുപോകാം. ഇതിൽ ഡ്യുവൽ പവർ സപ്പോർട്ടുണ്ട്. ഇതിന്റെ കൂടെ 2 തരത്തിലുള്ള പ്ലഗ് ലഭിക്കുന്നു. ഒന്ന് ഇലക്ട്രിക് സോക്കറ്റും പിന്നെ കാറിലെ DC ചാർജറും. അടുത്തതായി വെജിറ്റബിൾ പ്രെപ്പ് സ്റ്റേഷൻ. ഇതിന്റെ അകത്തൽ ചെറിയ കട്ടിംഗ് ബോർഡും പല ടൈപ്പിലുള്ള ബ്ലേഡ്സും ഉള്ളതിനാൽ നിങ്ങൾക്ക് ഈസിയായി വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നിങ്ങൾക്കിതിൽ വെജിറ്റബിൾസ് സ്ലൈസ് ചെയ്യാം, അതും എല്ലാം ഒരേ അളവിൽ. ഇതിൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യാനും ഒനിയൻ കട്ട് ചെയ്യാനും എല്ലാം തന്നെ സെപ്പറേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇഞ്ചിയും ചീസും എല്ലാം സ്ലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വേറെ തന്നെയുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഇത് വാങ്ങാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അടുത്തതായി സെറാമിക് ഗ്രൈൻഡർ. ഇത് ഇലക്ട്രിക് സോൾട്ട് ആൻഡ് പെപ്പർ ഗ്രൈൻഡറാണ്. ഇത് മോഡേണും സ്റ്റൈലിഷുമാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് സെപ്പറേറ്റായി പൊടിക്കേണ്ട ആവശ്യമില്ല. ഈ മെഷീൻ താനേ പൊടിച്ചോളും. ഒറ്റ ബട്ടണിൽ തന്നെ അത് താഴേക്ക് വീഴുകയും ചെയ്യും. നിങ്ങൾക്കിതിൽ സോൾട്ടും പെപ്പറും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ബട്ടൺ ഞെക്കിയാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതുമാണ്. നിങ്ങളുടെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിനായി ഈ മോപ്പ് യൂസ് ചെയ്യാം. ഇത് ചെറിയ സൈസിലാണ് വരുന്നത്. അതുപയോഗിച്ച് നിങ്ങൾക്ക് കിച്ചണിലെ ഓരോ ഡെസ്കും ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിൽ സെൽഫ് സ്ക്വീസിംഗ് ഹാൻഡ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഡേർട്ടിയാകത്തില്ല. ഇതിൽ 2 സ്ട്രോങ് ആയിട്ടുള്ള കോട്ടൺ ഹെഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. വെറും 300 രൂപയാണ് ഇതിന്റെ വില. വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതായി പിക്കിൾ ഫോർക്ക്. ഈ ഫോർക്ക് നമ്മൾക്ക് പിക്കിൾ ഇട്ടുവെച്ച പാത്രത്തിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ആ ഫോർക്ക് കൊണ്ട് നമ്മൾക്ക് ഈസിയായി പിക്കിൾ എടുക്കാവുന്നതാണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തതായി ക്ലിപ്പ് ഓൺ സ്ട്രെയിനർ ലിഡ്. നമ്മൾക്ക് വെള്ളമൂറ്റാൻ വേണ്ടി ഈ ലിഡ് യൂസ് ചെയ്യാം. വെജിറ്റബിൾസ് അതുപോലെ എന്തിലെങ്കിലും വെള്ളം കളയാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. നിങ്ങൾക്ക് അധികം പാത്രങ്ങളിലും ഇത് ഫിറ്റ് ചെയ്യാം. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തതായി കിച്ചൺ സിസേഴ്സ്. ഈ ഹെവി ഡ്യൂട്ടി കിച്ചൺ സിസേഴ്സ് നിങ്ങളുടെ പച്ചക്കറി മുറിക്കൽ ജോലി വളരെ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ സഹായിക്കും. ഇത് വളരെ ശക്തമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡുകൾ കൊണ്ട് ഘടിപ്പിച്ചിരിക്കുന്നു. മാംസം വരെ ഈസിയായി കട്ട് ചെയ്യാം. ഇതിൽ സ്പ്രിംഗ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രഷർ കൊടുത്താൽ മതി. അതിനാൽ കൈ വേദനിക്കുകയില്ല. കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും കയ്യിൽ നിന്ന് സ്ലിപ്പാകുകയോ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ഉണ്ടാവുകയോ ഇല്ല. അടുത്തതായി ഇലക്ട്രിക് നൈഫ് ഷാർപ്നർ. പിച്ചാത്തികൾ നമ്മൾ ഡെയിലി കിച്ചണിൽ യൂസ് ചെയ്യാറുള്ളതാണ്. അതുകൊണ്ടുതന്നെ കുറേ യൂസ് ചെയ്യുമ്പോഴേക്കും അതിന്റെ മൂർച്ച കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് നൈഫ് ഷാർപ്നർ വളരെ ഉപകാരകരമായിരിക്കും. നിങ്ങളതിൽ പിച്ചാത്തി വെച്ചുകൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ഷാർപ്നർ നോക്കിക്കൊള്ളും. ഇതിൽ 2 സ്റ്റേജാണുള്ളത്. ആദ്യത്തെ സ്റ്റേജിൽ കത്തി ഗ്രൈൻഡ് ചെയ്ത് അതിന്റെ മൂർച്ച വീണ്ടെടുക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ അത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കും. അടുത്തതായി വാട്ടർമെലൺ കട്ടർ. ഈ വാട്ടർമെലൺ കട്ടർ കൊണ്ട് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് വേഗത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്.
വാട്ടർമെലൺ രണ്ടായിട്ട് കട്ട് ചെയ്യുക. ശേഷം ഈ കട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂബ് ഷേപ്പിൽ വാട്ടർമെലൺ കട്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഈ കട്ടറിൽ തന്നെ ഫോർക്കും അടങ്ങിയിരിക്കുന്നുണ്ട്. വെറും 150 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കും. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തതായി റോട്ടി മേക്കർ. ചപ്പാത്തി നമ്മൾ കുറേ ടൈം എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അത് വളരെ ഈസിയാക്കാനുള്ളൊരു ഗാഡ്ജറ്റാണിത്. ഇതിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാം. അടുത്തതായി ഹാങ്ങിങ് ട്രാസ്പിൻ. ഈ ഹാങ്ങിങ് ട്രാസ്പിൻ നിങ്ങൾക്ക് കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഹാങ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യുമ്പോഴോ ഡയറക്റ്റ് വേസ്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് ഇടാവുന്നതാണ്. ഇത് നിങ്ങളുടെ ക്ലീനിംഗ് എളുപ്പമാക്കുന്നു. ഇടയ്ക്കിടെ നിങ്ങൾക്ക് വേസ്റ്റ് ബിന്നിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇത് വളരെ ചെറുതും വെയിറ്റ് കുറവുമുള്ളതാണ്. ഇതിന്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തതായി ഇലക്ട്രിക് പാൻ സ്ക്രബ്ബർ. ഇതൊരു ഇലക്ട്രിക് സ്ക്രബ്ബറാണ്. നിങ്ങളുടെ കിച്ചൺ വൃത്തിയാക്കാൻ ഏറ്റവും എളുപ്പമുള്ള സാധനമാണിത്. ഇത് പവർഫുൾ കോർഡ്ലെസ് ടൂളാണ്. ഇത് ക്ലീനിംഗ് വളരെ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ സാധിക്കുന്നു. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ടൈൽസിലോ വാഷ് ബേസിനിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ എല്ലാം വൃത്തിയാക്കാം. പല ടൈപ്പിലുള്ള സ്ക്രബ്ബേഴ്സ് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഇത് റീചാർജബിൾ ആണ്. നിങ്ങൾക്ക് USB ടൈപ്പ് കൊണ്ട് ഇത് ചാർജ് ചെയ്യാം. അടുത്തതായി ബാഗ് സീലർ. നിങ്ങൾക്ക് ഒരു പാക്ക് സീല് ചെയ്യണമെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ഗാഡ്ജറ്റാണ്. പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ഇത് വെച്ച് സീല് ചെയ്യുകയാണെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഫ്രഷായിട്ട് നിലനിൽക്കും. ഇത് ഓൺ ചെയ്തതിനു ശേഷം പാക്കറ്റിന്റെ മുകളിൽ കൂടെ ഒന്ന് സ്ലൈഡ് ചെയ്താൽ മാത്രം മതി. അത് സീലായിക്കോളും. ഇതിന്റെ കൂടെ ഒരു കട്ടർ കൂടെ ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പാക്കറ്റുകൾ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം.